കോഴ്സസ് നോക്കുന്നത് കോൺവെർസേഷൻ ആണ്. അപ്പോൾ കോൺവെർസേഷനിൽ ആദ്യം രണ്ടാൾ കണ്ടുമുട്ടുമ്പോഴാണ് ആദ്യത്തെ ആൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ആൾ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്ന് ചോദിക്കും. അപ്പം ആദ്യത്തെ ആൾ അതിന് മറുപടി പറയുകയാണ് ചെയ്യുക, ഐ ആം ഫൈൻ ആൻഡ് യു. അപ്പോൾ രണ്ടാമത്തെ ആൾ അതിൻ്റെ മറുപടി പറഞ്ഞു. അതിനുശേഷം നമുക്ക് ടോപ്പിക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് അറിയുന്നത് പോലെ എഴുതുക. പിന്നെ അത് അതിനുശേഷം കഴിഞ്ഞ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ തീരുമ്പോൾ താങ്ക് യു, സി യു എന്ന് പറയുക. അപ്പോൾ രണ്ടാമത്തെ ആളും സി യു എന്ന് പറഞ്ഞിട്ട് നിർത്തുക. ഇങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ എഴുതേണ്ടത്. അപ്പോൾ ആറെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എഴുതാൻ പറയുകയാണെങ്കിലും ഈ ഒരു ഫോർമാറ്റ് വെച്ച് എഴുതുകയാണെങ്കിലും നമുക്ക് ഒരു 3 വരി സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഇതിൽ നിന്നിട്ട് എടുക്കാം. വരുന്നത് അപ്രിസിയേഷൻ ആണ്. ദ പോയം ഡാഷ് ഈസ് ഗ്രേറ്റ് പോയം. ഈ പോയം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള പോയാണ്. ആ ഡാഷിൻ്റെ അവിടെ പോയത്തിൻ്റെ പേരാണ് എഴുതി കൊടുക്കുക. ഇറ്റ് ഈസ് റിട്ടേൺ ബൈ എന്ന് പറഞ്ഞിട്ട് ആരാണ് പോയം എഴുതിയത് അയാളെ പേര് എഴുതി കൊടുക്കുക. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഓർ ടച്ചിങ് പോയം. ദ ഓദർ ഹാസ് യൂസ്ഡ് ഗുഡ് ലാംഗ്വേജ് ഇൻ ദ പോയം. ദ പോയം ഈസ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് പോയത്തിൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് എഴുതി കൊടുക്കുക. പിന്നെ ദ പോയം ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സിമിലർ പോയം ബട്ട് ദിസ് ഈസ് ബെസ്റ്റ് പോയം. ദ പോയം ഹാസ് എ ലോട്ട് ഓഫ് ഇമേജ് ഇൻ ഇറ്റ്. ദേ ആർ വേർഡ് പിക്ചർ ഇൻ ഇറ്റ്. ദ പോയം ഹാസ് എ ലോട്ട് ഓഫ് ഇന്നർ മീനിങ് ബട്ട് ഇറ്റ് ഇൻ ടു അവർ ഹാർട്ട് ഈസിലി. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈൻസ് ഓഫ് ദ പോയം ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പോയത്തിൽ നിന്ന് അറിയുന്ന ഏതെങ്കിലും 2 വരി, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വരി അവിടെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ആ 2 വരിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ അറിയാമെങ്കിൽ അതും എഴുതി കൊടുക്കാം. These lines have a lot of meaning. Every reader will like these lines. The title and the poem are closely related. The poem is very important to human and life. The poem is divided into dash stanza. അവിടെ നമ്മൾ എത്ര സ്റ്റാൻസുകളായിട്ടാണ് ആ പോയം ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റാൻസുകളുടെ എണ്ണം എഴുതി കൊടുക്കുക. ദ പോയം ഈസ് മസ്റ്റ് റീഡർ 1. ഈ പോയം എന്തായാലും വായിക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഈ പോയം ഈ അപ്രിസിയേഷൻ നമ്മൾ നിർത്തുക. ഇത്രയും കാര്യം എഴുതിയാൽ തന്നെ ഒരു പുറം ഫുള്ളാവും പേപ്പറിൻ്റെ. അതായി വരുന്ന സ്പീച്ചാണ്. ഗുഡ് മോർണിംഗ് ടു ആൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. ഐ ആം ഹാപ്പി ടു സ്റ്റാൻഡ് ബിഫോർ യു സ്പീക്ക് അബൌട്ട് ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് എഴുതി കൊടുക്കുക. താങ്ക് ദ ഓർഗനൈസർ ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ബിഫോർ യു. നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനൊരു അവസരം തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയോ അതൊക്കെ വിശദീകരിച്ച് എഴുതുക. ഐ തിങ്ക് മൈ പോയിന്റ് ആർ ക്ലിയർ. Let's join our hands. Let's work together. Let's make this world a better place. Thank you for your valuable time. Saying this, I conclude my സ്പീച്ച്. വിഷിംഗ് യു ആൾ ദ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പീച്ച് കൺക്ലൂഷൻ ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സ്പീച്ചിൻ്റെ ഫോർമാറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയറിയുടെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഡേറ്റ് എഴുതുക, അതുപോലെ തന്നെ തീയതി എഴുതുക, പിന്നെ സമയം എഴുതുക. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ അങ്ങനെ ഡിയർ ഡയറി എന്ന് എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് നേരിട്ട് ഡയറിയിലേക്ക് കടക്കാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഇനി ഇവിടെ സാഡ് ആണെങ്കിൽ ഐ ആം വെരി സാഡ് ടുഡേ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഐ ഹാവ് നെവർ ബി സൂൺ ഹാപ്പി ഇൻ മൈ ലൈഫ്. ഹൗ ലോങ് ഇറ്റ് ടേക്ക്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറി എഴുതാൻ മറ്റുള്ള കാരണം ഉണ്ടല്ലോ, ആ കാരണം നമുക്ക് കഴിയുന്നത് പോലെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമുണ്ട്. ഐ തിങ്ക് because I will never forget this day. I cannot sleep thinking about all this. ആ ഒരു കാരണം ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറി ഇവിടെ നിർത്താം. അടുത്തത് അതുപോലെ തന്നെ വരുന്നത് ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഫോർമാറ്റാണ്. ആദ്യം അതിന് ടൈറ്റിൽ കൊടുക്കണം. ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാൻ പറഞ്ഞാൽ അവരെ പേരെന്നെ ടൈറ്റിലാക്കി കൊടുക്കുക. ഡാഷ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ആ ഡാഷിൻ്റെ അവിടെ നമ്മൾ ആരുടെ ക്യാരക്ടറാണ് എഴുതാൻ പറ്റുള്ളത് അയാളുടെ പേര് എഴുതുക. റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ആരാണോ കഥ എഴുതിയിട്ടുള്ളത് അയാളുടെ പേരും എഴുതുക. ഷീ ഓർ ഹി എന്ന് വെച്ചാൽ ഹി എന്ന് പറഞ്ഞാൽ ആണും ഷീ എന്ന് പറഞ്ഞാൽ പെണ്ണുമാണ് വരുന്നത്. ഈസ് ദ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹാൻസം അല്ലെങ്കിൽ ഗുഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. he is a good character in the story. He is symbol of love. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെന്തെങ്കിലും സിംബലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്റ്റോറിയിൽ, അതും എഴുതുക. ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ ദ ഓദറിൻ്റെ പേര് എഴുതുക. എന്നിട്ട് പ്രസൻറ്റഡ് ദ ക്യാരക്ടർ വെരി വെൽ എന്ന് വെച്ചാൽ അവിടെ ഓദറിൻ്റെ പേര് എഴുതുന്നത് അയാൾ ഈ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നല്ലൊരു രീതിയിലാണെന്നാണ് അർത്ഥം വരുന്നത്. പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ നിർത്തണം. അപ്പോൾ ഇനി വരുന്നത് ലൈവ് ടി വി റിപ്പോർട്ടാണ്. ഹായ് ആൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടക്കം വെച്ചിട്ട് വേണം ലൈവ് റിപ്പോർട്ട് എഴുതാൻ, കാരണം അത് ലൈവായിട്ടാണല്ലോ പറയുന്നത്. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് വെക്കുക. ഐ ആം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും പേര് അവിടെ വെക്കാം. വെൽക്കം ടു ദ ടി വി റിപ്പോർട്ട് ലൈവ് ടി വി റിപ്പോർട്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ചാനലിൻ്റെ പേര് അവിടെ കൊടുക്കുക. വാവ് ലുക്കിംഗ് അറൗണ്ട്
ദിസ് ഈസ് ഫാൻറ്റാസ്റ്റിക്, ദിസ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് വെച്ചിട്ട് വേണം എഴുതാൻ. കാരണം ഒരു ലൈവ് TV റിപ്പോർട്ടാകുമ്പോൾ അത് കാണാൻ ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ TV റിപ്പോർട്ട് എഴുതുക. അതിനുശേഷം ദിസ് ഈസ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരും വിത്ത് ക്യാമറാമാൻ പറഞ്ഞിട്ട് ക്യാമറാമാൻ്റെ പേരും കൊടുക്കുക. ഇതാണ് നമ്മളെ ലൈവ് TV റിപ്പോർട്ടറിൻ്റെ ഫോർമാറ്റ്. ഇനി അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വെർ ഈസ് യുവർ ബർത്ത് പ്ലേസ്, ദിസ് ഈസ് വാട്ട് ഈസ് യുവർ പാരൻറ്റ് ഡൂയിങ്, അങ്ങനെ പറഞ്ഞിട്ട് അവരുമായിട്ട് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിന് എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ല, അത് വേറെ രീതിയിലുള്ള ഉണ്ടാവും. അല്ലെങ്കിൽ ആ പാരഗ്രാഫ് വെച്ചിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്യാനും പറയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. അടുത്തതായി വരുന്നത് ഇമെയിലാണ്. ടു CCBC, അവിടെ 2 എന്നുള്ളിടത്ത് നമ്മൾ ആർക്കാണ് അയക്കുന്നത് അവരുടെ ഇമെയിൽ ID ആണ് എഴുതേണ്ടത്. പിന്നെ സബ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പിന്നെ സാർ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്, ചിലപ്പോൾ ഒഫീഷ്യലായിട്ടാവും ഇമെയിൽ അയക്കാൻ പറ്റുന്നുണ്ടാവുക, ചിലപ്പോൾ ഫ്രണ്ട്സിനായിരിക്കും ഇമെയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ താങ്ക് യു അല്ലെങ്കിൽ യുവർ യൂത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവർ ട്രൂത്ത്ഫുള്ളി എന്നൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും വെക്കും. അത് നിർബന്ധമൊന്നുമില്ല, ശരിക്കും ഇത്ര മതി ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റിൽ. പിന്നെ അതുപോലെ തന്നെ ലെറ്റർ ടു എഡിറ്ററിന് എഴുതാവുന്ന ഒരു ലെറ്റർ ഉണ്ട്. അതിൽ ഫ്രം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരാണോ ഫ്രം എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേരും അഡ്രസ്സും ഡേറ്റും വെച്ച് കൊടുക്കുക. പിന്നെ 2 എന്നുള്ളിടത്ത് ദ എഡിറ്റർ, നെയിം ഓഫ് ദ ന്യൂസ് പേപ്പർ, പ്ലേസ് വെച്ച് കൊടുക്കുക. പിന്നെ സാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ എന്താണ് നമുക്ക് അതിൽ തന്നിട്ടുള്ളത്, ചോദ്യത്തിൽ എന്താണ് തന്നിട്ടുള്ളത് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ലെറ്റർ പറഞ്ഞാൽ ഫ്രണ്ട്സിന് എഴുതാനാവും, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് ജോബ് ആപ്ലിക്കേഷനാണ്. ജോബ് ആപ്ലിക്കേഷൻ അധികം വരാറില്ല, ഇനി അഥവാ വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജോബ് ആപ്ലിക്കേഷന് ഞാനിവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ അതുപോലെ വരുന്നതാണ് ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും തന്നിട്ടും ചോദിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോയതിനെ കുറിച്ചിട്ടും ചോദിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൂറിസ്റ്റ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്ലേസിനെ കുറിച്ചിട്ടാവും നമ്മളെടുത്ത് ട്രാവൽ എസ്സേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അതൊക്കെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പോയത്, നമ്മൾ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എത്ര മണിക്കാണ് പോയത്, എങ്ങനെ പോയത്, എപ്പോഴാണ് അവിടെ എത്തിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിൽ മെയിനായിട്ടും ഹെഡിങ്ങും അതുപോലെ തന്നെ ഡേറ്റും പ്ലേസും എന്തായാലും വേണം. പിന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിട്ടുള്ളത് നമുക്ക് കഴിയുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നറേറ്റ്, നമ്മൾ ജസ്റ്റ് സ്റ്റോറി പറയുകയാണ് വേണ്ടത്. പിന്നെ ഹെഡിങ്ങൊക്കെ നമുക്ക് എന്തായാലും ഹെഡിങ് കൊടുക്കാം. പിന്നെ അതിനൊരു ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ടായിരിക്കണം. പിന്നെ അതൊന്നാണ് റൈറ്റപ്പ്. കണക്ട് ദ ചാപ്റ്റർ ആൻഡ് ടോപ്പിക്കും ചാപ്റ്ററും കണക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫ്രം ദ സ്റ്റോറി, അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റൊക്കെ എടുത്ത് എഴുതാം. പിന്നെ ടൈറ്റിൽ എന്തായാലും എഴുതാം. ഇവിടെ ടൈറ്റിൽ ഓപ്ഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ടൈറ്റിൽ എന്തായാലും എഴുതണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയുന്നതിലൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവരും ക്ഷമിക്കാം. എനിക്കിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ കുറേ ഭാഗത്തൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ആദ്യം തന്നെ അല്ല, ലാസ്റ്റിൽ ഞാൻ എല്ലാവരുടെ സോറി പറയുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.